പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രിയും ദൈവസന്നിധിയിലായിരിക്കാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് ശ്രമിക്കതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ രാത്രി നാം കർത്താവിന്റെ പാദങ്ങളിലായിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. അതിനായിട്ട് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പിന്നെയും ഒരു നിമിഷം കൂടെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാദങ്ങളിലായിരിക്കാം. കരുണയുള്ള കർത്താവെ, ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിങ്കൽ അടുത്ത് വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങളെ അനുഗ്രഹിച്ചതുകൊണ്ട് ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. ഈ രാത്രി തിരുവചനങ്ങളെ ചിന്തിപ്പാൻ, പഠിപ്പാൻ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. തിരുവചനം ഉള്ളതിന് വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ കർത്താവിനെ ബലപ്പെടുത്തണമേ. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന് മഹത്വം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് യേശു ക്രിസ്തു പല പ്രാവശ്യം ഭൂതാത്മാവിനെ ശാസിച്ചു, അനേക ഭൂതങ്ങളെ പുറത്താക്കി. ആ വസ്തുതകളൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പലതരത്തിലുള്ള പ്രവൃത്തികളെ കർത്താവ് ശാസിച്ചതായിട്ടും അതിനെ അഴിച്ചതായിട്ടും തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു. നമ്മൾ വിശദമായിട്ട് പഠിച്ചു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് പൈശാചിക ശക്തികളെ ഇല്ലാതാക്കുവാൻ വേണ്ടി, അവരെ ബന്ധിക്കുവാൻ വേണ്ടിയാണ് യേശു കാൽവറിയിൽ മരിച്ചത്. ആ വസ്തുതകളൊക്കെ നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ പിശാചിന്റെ പ്രവർത്തികൾ വ്യക്തികളിൽ വിവിധ നിലകളിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം. രോഗാത്മാവായിട്ട് ചിലപ്പോൾ പിശാചിന്റെ പ്രവൃത്തികൾ മനുഷ്യരിൽ ഉണ്ടാകാം. ഭൂതബാധയായിട്ട് ചിലപ്പോൾ സംഭവിക്കാം. ഇതിനെയൊക്കെ യേശുക്രിസ്തു ശാസിച്ചതായിട്ട് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഏതൊക്കെ നിലയിലാണ് പിശാചിന്റെ പ്രവർത്തനങ്ങൾ ദൈവമക്കൾക്കെതിരെ ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു ഏതൊക്കെ നിലകളിലാണ് പൈശാചിക ശക്തി ഒരു വ്യക്തിയിൽ വ്യാപരിപ്പാൻ ഇടയാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. നമുക്കെല്ലാവർക്കും പാപ സ്വഭാവമുള്ളവരാണ്. എന്നാൽ പാപം ചെയ്തു എന്നുള്ള കാരണത്താൽ പിശാചിനെ നമ്മിൽ പ്രവർത്തിപ്പാൻ പെട്ടെന്ന് സാധിക്കത്തില്ല. ശൗലിന്റെ കാര്യം നമ്മൾ ചിന്തിച്ചു. ശൗൽ രാജാവിന്റെ മേൽ പൈശാചിക ശക്തി ആവസിച്ചു. അവൻ ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി ഓടി നടന്നു, ദാവീദിനെതിരായിട്ട് പ്രവർത്തിച്ചു. കാരണം അവൻ പാപം ചെയ്തു. നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാൻ ഇടയായി തീർന്നു. 1 ശമൂവേൽ 18-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ചു. ശൗലിനെ ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. അത് വൈരാഗ്യമായിട്ട് മാറി. അങ്ങനെ പിശാച് അവനിൽ പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമുക്ക് ഒരു വ്യക്തിയോട് വിരോധം തോന്നിയാൽ, കണ്ണുകടി ഉണ്ടായാൽ, അസൂയ ഉണ്ടായാൽ പിശാച് നമ്മിൽ പ്രവർത്തിക്കില്ലേ? ഇല്ല, വ്യത്യാസമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പാപങ്ങൾ അഹങ്കാരവും അസൂയയുമാണ്. അത് രണ്ടും ജീവിതത്തിൽ ഉണ്ടായാൽ
അതിലേതെങ്കിലും ഒന്നുണ്ടായാൽ അതിനെ വെച്ചുകൊണ്ടിരുന്നാൽ പിശാചിന് നമ്മിലേക്ക് കടക്കുവാനുള്ള വഴിയാണത്. എന്നാൽ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ അതിനെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ചു കഴിയുമ്പോൾ പിശാചിന് നമ്മോടൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. നമ്മളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ആ തെറ്റിൽ നിന്ന് തിരുത്തൽ പ്രാപിക്കുവാൻ ഒരവസരം ദൈവം നമുക്ക് നൽകി തരും. പിശാച് ഉടനെ ദൈവസന്നിധിയിൽ ചെല്ലും. ഇന്ന തെറ്റവൻ ചെയ്തു, അവനെ ശിക്ഷിക്കണം. അപ്പോൾ യേശുക്രിസ്തു എന്ന നീതിമാനായ കാര്യസ്ഥൻ നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്ത് ഭാഗത്തുണ്ട്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി വാദിക്കും. ദൈവം ഒരു അവധി നമുക്ക് വെച്ചു തരും. ഇത്ര ദിവസക്കകം സർട്ടൺ പീരീഡ് കൊടുക്കും. ആ ടൈം ലിമിറ്റിനുള്ളിൽ അവൻ യഥാസ്ഥാനപ്പെടും, രക്തത്താൽ കഴുകൽ പ്രാപിക്കും. ആ പറഞ്ഞ സമയത്തിനുള്ളിൽ ചിലപ്പോൾ ദൈവവചനം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവാത്മാവ് നമ്മോട് ഇടപെടും. നാം ചെയ്ത തെറ്റ് നമുക്ക് വെളിപ്പെടും. നമ്മൾ ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടും. ആ പാപം നമ്മിൽ നിന്ന് വാഷ് ഔട്ട് ആകും. സാത്താന് നമ്മിൽ പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? കോപം എല്ലാവർക്കുമുണ്ട്. ആ കോപം മുഴുത്തിട്ട് ക്രോധമായി മാറും, വൈരാഗ്യമായി മാറും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിശാചിന് നമ്മിലേക്ക് കടക്കുവാനുള്ള ഒരു ഇടമാകും. സന്ധ്യയ്ക്ക് മുമ്പേ കോപത്തെ ഇല്ലായ്മ ചെയ്ത് നിരപ്പ് പ്രാപിച്ചു കഴിഞ്ഞാൽ പിശാചിന് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ, സ്വമേധയാ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുക, തെറ്റാണെന്ന് അറിഞ്ഞിട്ടും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് പിന്മാറിയാൽ പിശാചിന് അവനിലേക്ക് പ്രവർത്തിക്കാൻ കഴിയും. മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. എബ്രായ ലേഖനം 10-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ, എബ്രായ ലേഖനം 6-ാം അധ്യായം 4 തൊട്ടുള്ള വാക്യങ്ങൾ. ഒരിക്കൽ പ്രകാശം ലഭിച്ച ശേഷം സ്വർഗീയദാനം ആസ്വദിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അങ്ങനെയുള്ളവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ കഴിവുള്ളതല്ല. ചുട്ടുകളക എത്രയതിന്റെ അവസാനം. അപ്പോൾ ഒരേ തെറ്റിൽ തന്നെ നിബന്ധിച്ച് കഠിനപ്പെട്ടു പോയവർക്ക് ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെട്ടു വന്നില്ലെങ്കിൽ അവരുടെ മേൽ പിശാചിന് അധികാരമുണ്ടാകും. ശൗലിന് അങ്ങനെയാണ് സംഭവിച്ചത്. ജീവിതത്തിൽ ചെറിയ തെറ്റുകൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ക്ഷമാപണം ചെയ്ത് രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവമക്കളായ നമുക്ക് കഴിയണം. അതിനുവേണ്ടി നമ്മൾ ഉത്സാഹിക്കണം. ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. ഒരു വ്യക്തിയിൽ പൈശാചികമായ ശക്തി, പിശാചിന്റെ ദൂതന്മാർ പ്രവേശിക്കുന്ന വഴികളെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. ഒന്നാമത് ഞാനിപ്പോ പറഞ്ഞ കാര്യമാണ്, പാപം ചെയ്തിട്ട് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാതെ അതിൽ തുടർന്നാൽ സാത്താന് പ്രവേശിക്കാനുള്ള ഒരു വഴിയാകും. രണ്ടാമത്, മ്ലേച്ഛമായ ജീവിതം നയിക്കുന്നവരിലേക്ക് പിശാചിന് പ്രവർത്തിപ്പാൻ കഴിയും. ദുർനടപ്പ്, ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം തുടങ്ങിയ മ്ലേച്ഛമായ ജീവിത രീതി ഒരുത്തൻ നയിച്ചാൽ അവനിലേക്ക് പിശാചിന് പ്രവേശിപ്പാൻ കഴിയും. അത് സാധാരണ മനുഷ്യനാകട്ടെ വിശ്വാസിയാകട്ടെ എല്ലാവർക്കും അത് ബാധകമാണ്. മൂന്നാമത്, അശുദ്ധമായ
ആരാധനാ രീതി. ദൈവത്തെ അല്ലാതെ മറ്റാരെയെങ്കിലും ആരാധിക്കുക, മറ്റ് ദൈവങ്ങളുടെ മുമ്പിൽ പോയി വണങ്ങുക, അഥവാ ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ വിഗ്രഹാരാധന. അതിലൂടെ പിശാചിനെ പ്രവർത്തിക്കാനായിട്ട് കഴിയും. നാലാമത് ക്ഷുദ്രപ്രയോഗം, അതുപോലെ ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവരിലേക്ക് പിശാചിന് പെട്ടെന്ന് പ്രവർത്തിപ്പാൻ കഴിയും. പിശാചിനെ ആരാധിക്കുന്ന രീതികൾ, അതിനെ പൂജിച്ചിട്ട് ക്ഷുദ്രപ്രയോഗമൊക്കെ ചെയ്യുന്ന പ്രവർത്തനത്തിലൂടെ പിശാചിന് അവരിലേക്ക് പ്രവേശിപ്പാനായിട്ട് കഴിയും. അഞ്ചാമത് നെഗറ്റീവായ പ്രാർത്ഥന. മറ്റുള്ളവർക്കുടെ ദോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. മറ്റുള്ളവരെ വഞ്ചിക്കുന്നവരുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചാൽ നിനക്ക് ദോഷം വരുമെന്ന് പറഞ്ഞ് എതിരായിട്ട് നെഗറ്റീവായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരിലേക്ക് പിശാചിന് പെട്ടെന്ന് പ്രവേശിപ്പാൻ കഴിയും. ഇനിയും ആറാമതായിട്ട് പിശാചിന് പ്രവർത്തിക്കാൻ കഴിയുന്ന വലിയൊരു വിഷയമാണ് അയോഗ്യമായി കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് പിശാച് അവനിലേക്ക് പ്രവേശിപ്പാനിടയാകും. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കുറ്റക്കാരനാകും. യൂദ കർത്താവിൻ്റെ മേശയിൽ പങ്കെടുത്ത പുറത്തോട്ട് പോയി ഉടൻ തന്നെ സാത്താൻ അവനിൽ കടന്നു എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു. ഈ വിധ കാരണങ്ങളാണ് പിശാച് ഒരുത്തരിൽ പ്രവർത്തിക്കുവാൻ കാരണമായി തീരുന്നത്. ഇനി പൈശാചികമായ ശക്തിയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. പൈശാചികമായ പ്രവൃത്തിക്ക് ആ ദുരാത്മാവിന് ഭയങ്കര ശക്തിയുണ്ട്. ഇതിന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പേരുകളൊക്കെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചു. ദുരാത്മാവ്, ദുഷ്ടാത്മാവ്, അശുദ്ധാത്മാവ്, ഇങ്ങനെ പല പല പേരുകളിൽ ഇതിനെ പറഞ്ഞിട്ടുണ്ട്. പാമ്പുകൾ, തേളുകൾ, തവളകൾ, വിഷമുള്ള ജീവികൾ, ക്രൂര മൃഗങ്ങൾ, ഇതിലൊക്കെ പൈശാചികമായ ആവാസമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, ബൈബിളിൽ തന്നെ പാമ്പുകളെ കുറിച്ച്, തേളുകളെ കുറിച്ച്, തവളകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊക്കെ പൈശാചികമായ ശക്തി വ്യാപരിക്കുന്നുണ്ട്. കാരണം പിശാചിനൊരു സ്പിരിച്വൽ ബോഡി ഇല്ല. ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് സ്പിരിച്വൽ ബോഡിയുണ്ട്. അവർക്ക് അവരുടേതായ ഒരു ശരീരമുണ്ട്. പിശാചിന് ശരീരമില്ല. അവൻ്റെ ആത്മാവാണ് ഇന്ന് ഭൂമിയിൽ പ്രവർത്തിക്കുന്നത്. പിശാചിനെ നരകത്തിലാക്കിയിരിക്കുകയാണ്, അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവന് ഭൂമിയിൽ കടന്നു വന്ന് നേരിട്ട് അവൻ്റെ സ്പിരിച്വൽ ബോഡിയോടുകൂടെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അവൻ ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ട് മറ്റ് ജീവികളിൽ പ്രവേശിച്ച് അതിനെ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ജീവികൾക്ക് ഭയങ്കരമായ ശക്തി ഉണ്ടാകും. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോഴും ഒരു വ്യക്തിയിൽ കടന്നു വരുമ്പോൾ അവനിൽ അത്യന്ത ശക്തി ഉണ്ടാകും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിക്ക് ലിമിറ്റില്ല. എന്തും പ്രവർത്തിപ്പാൻ, എത്ര ശക്തിയോടുകൂടെ പ്രവർത്തിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയും. എന്നാൽ പിശാചിൻ്റെ ആത്മാവിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതുവരെ പ്രവർത്തിക്കാനേ പറ്റുകയുള്ളൂ. മറ്റൊന്ന്, ഇത് ഏത് ജീവിയിൽ കടക്കുന്നോ ആ ജീവിയിൽ പ്രവർത്തിക്കും. ആനയിൽ പ്രവേശിച്ചാൽ ഭയങ്കര ശക്തിയോടുകൂടെ ആനയേക്കാൾ ശക്തമായിട്ട് അതിന് പ്രവർത്തിക്കാനായിട്ട് കഴിയും. നമുക്കറിയാം, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം ആരംഭം തൊട്ട് വായിച്ചാൽ ഭൂതഗ്രസ്തനായ മനുഷ്യന്റെ കഥ അവിടെ എഴുതിയിട്ടുണ്ട്. അവന് പലപ്പോഴും ചങ്ങലയും വിലങ്ങും ഉരുമി ഒടിച്ചുകൊണ്ട്, പൊട്ടിച്ചുകൊണ്ട്
മുന്നോട്ട് പോകുന്നതായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയിൽ പിശാച് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന്റെ ശക്തി 100 മടങ്ങ് അല്ലെ 1000 മടങ്ങായിട്ട് വർദ്ധിക്കും. ശങ്കല പോലും പൊട്ടിക്കാനായിട്ട് അവന് കഴിയും എന്ന് ഓർത്തുകൊള്ളണം. പിശാചിന്റെ ശക്തി ആ ജീവിയിലൂടെ പ്രവർത്തിപ്പാൻ അതിന് കഴിയും. അതിനെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ പ്രത്യേകം കഴിവുണ്ട്. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. വെളിച്ചപ്പാടത്തി സ്ത്രീ പൗലൂസിന്റെയും ശീലാസിന്റെയും പുറകെ ചെന്ന് ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, ഇവര് പറയുന്ന കേൾക്കണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ പൗലൂസ് തിരിഞ്ഞവളെ ശാസിച്ചു. അവളിലുള്ള ഭൂതത്തെ ശാസിച്ചെന്നാണ്. ഇപ്പൊ ഭൂതത്തിന് വരും കാലങ്ങളെ കുറിച്ച് പറയാൻ കഴിയും, സത്യം വിളിച്ചു പറയാൻ കഴിയും, ഒക്കെ ശരിയാണ്. ഇതിന് അപാരമായ ശക്തിയുണ്ട്. അപ്പോൾ തന്നെ ദൈവമക്കളായ നമുക്ക് പിശാചിന്റെ ശക്തികളുടെ മേൽ അധികാരമുണ്ട്. അതിനെ ഇല്ലാതാക്കുവാൻ, തകർത്ത് കളയുവാൻ, പിശാചിനെ ശാസിക്കുവാൻ ദൈവമക്കൾക്ക് അധികാരമുണ്ട്. ദൈവത്തിന്റെ ദൂതന്മാരോട് കൽപ്പിക്കാനോ ശാസിക്കാനോ നമുക്ക് അവകാശമില്ല. അവർ നമ്മളെക്കാട്ടിൽ ഹയർ ലെവലാണ്. ദൈവത്തോട് നമ്മൾ പറഞ്ഞാൽ ദൈവമാണ് അവരെ അയക്കുന്നത്. എന്നാൽ പൈശാചിക ദൂതന്മാരെ ശാസിക്കുവാൻ, ഫലസിക്കുവാൻ ദൈവമക്കൾക്ക് അധികാരമുണ്ട്. ദൈവകൃപ പ്രാപിച്ച ഒരു ദൈവവൈതലിനെ കണ്ടാൽ പിശാച് വിറച്ചുകൊണ്ടോടും. ദൈവമക്കളെ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുമ്പോൾ പിശാച് വിറയ്ക്കും. പിശാചിനെ ഓടിക്കുവാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മൾ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി വിട്ടുപോകത്തില്ലെന്ന് കർത്താവ് പറയുകയുണ്ടായി. ദൈവവചനം വായിച്ചാൽ അതിന് ഭയമാണ്. എവിടെയെങ്കിലും ആർക്കെങ്കിലും പിശാച് ബാധ ഉണ്ടായാൽ ദൈവമക്കളായ നമ്മൾ റെവലേഷൻ ചാപ്റ്റർ 12 എടുത്തങ്ങ് വായിക്കണം. അതിൽ അവർ അവനെ കുഞ്ഞാടിന്റെ രക്തഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായും ജയിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഭാഗങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ സാത്താൻ വിറയ്ക്കും. ഇല്ലെങ്കിൽ ഒരു പൈശാചിക ശക്തി ഒരാളിൽ വ്യാപരിക്കുന്നു എന്ന് കണ്ടാൽ ബൈബിളിൽ എടുത്തു കൊടുത്തിട്ട് ഇത് വായിക്കാൻ പറയണം. ഒരിക്കലും ഒരു പിശാച് ബാധിച്ച ആൾ വായിക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ ബൈബിൾ കിട്ടിയാൽ സന്തോഷത്തോടെ മേടിച്ച് വായിക്കും. എന്നാൽ പൈശാചിക ശക്തിയാണ് ഒരാൾ വ്യാപരിക്കുന്നതെങ്കിൽ ബൈബിൾ നോക്കത്തുമില്ല, വായിക്കത്തുമില്ല. ബൈബിൾ കാണുമ്പോഴേ പേടിയാകും. യേശുവിന്റെ രക്തം പറയുമ്പോഴേ ഭയമാകും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പിശാചിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒരു വിശ്വാസിയിൽ നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ചാണ്. ഹൗ ദ ഡീമൻസ് ഡൈമോനിയോൻ അറ്റാക്ക് ദ ബിലീവേഴ്സ്. ദൈവമക്കളെ പിശാച് എങ്ങനെയാണ് ആക്രമിക്കുന്നത്, ഏതൊക്കെ നിലകളിലാണ് പൈശാചിക ശക്തികൾ ആക്രമിക്കുന്നതെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒന്നാമത്, ശരീരത്തെയാണ് പിശാച് ആക്രമിക്കുന്നത്. മനുഷ്യന് ശരീരമുണ്ട്, ആത്മാവുണ്ട്, ജീവനുണ്ട്. ദേഹം, ദേഹി, ആത്മാവ്. അപ്പോൾ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവിനും പ്രാണനും വസിക്കുവാൻ വേണ്ടി ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന പുറംകൂടാണ് ശരീരം എന്ന് പറയുന്നത്. ഈ ശരീരത്തിനകത്ത് ദൈവത്തിന്റെ വിലപ്പെട്ട ആത്മാവുണ്ട്, പ്രാണനുണ്ട്. ഈ ശരീരം വിശുദ്ധമായി സൂക്ഷിക്കേണ്ടത് ദൈവമക്കളുടെ ഉത്തരവാദിത്വമാണ്. ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭൂമിയിൽ നമുക്ക് ജീവിച്ചു മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ആത്മാവും പ്രാണനും
ശരീരമില്ലെങ്കിൽ വിട്ടുപോകും, ശരീരത്തിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ പിന്നെ ശരീരത്തിന് പറയുന്ന പേര് ശവം എന്നാണ്. അപ്പോൾ ഈ ശരീരത്തിൽ നമുക്ക് 5 ഇന്ദ്രിയങ്ങൾ ഉള്ളതായിട്ട് നമുക്കറിയാം. കാണാനുള്ള കഴിവ്, കേൾക്കാനുള്ള കഴിവ്, മണത്തറിയാനുള്ള കഴിവ്, രുചിച്ചറിയുവാനുള്ള കഴിവ്, സ്പർശിച്ചറിയുവാനുള്ള കഴിവ്. 5 ഇന്ദ്രിയങ്ങൾ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ 5 ഇന്ദ്രിയങ്ങളിൽ സാത്താന് പ്രവർത്തിപ്പാനായിട്ട് കഴിയും. അതിനെ നമ്മെ ആദ്യം സാത്താൻ ഒരുവിനെ പ്രവേശിച്ചാൽ അവന്റെ ശരീരത്തെയാണ് ഇല്ലാതാക്കുന്നത്. അതിന് കാരണം നശിപ്പിക്കാൻ മാത്രമേ സാത്താൻ അറിയൂ, രക്ഷിക്കാൻ സാത്താൻ അറിയത്തില്ല. ഒരുത്തന് നന്മ കൊടുക്കാനോ വിജയിക്കാനോ അറിയത്തില്ല. പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവരൊക്കെ മറ്റൊരുത്തനെ തകർക്കാൻ വേണ്ടി, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അവൻ എന്ത് ചെയ്യും? അതിനെക്കാട്ടി കൂടിയ ആളുകളെ കൊണ്ട് ക്ഷുദ്രപ്രയോഗം തിരിച്ചേൽപ്പിക്കും. അന്യോന്യം നശിക്കുന്നതല്ലാതെ ആരും വിജയിക്കുന്നില്ല. അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും നശിപ്പിക്കുവാനും വേണ്ടിയാണ് കള്ളൻ വരുന്നത്. നമുക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവൻ നൽകുവാനാണ് കർത്താവ് വന്നത്. അപ്പോൾ നമുക്ക് ജീവൻ ഉണ്ടാകണം, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകണം. അതിനാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. പിശാചിന്റെ പ്രവൃത്തിയാകട്ടെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഭൂതഗ്രസ്തന്റെ കഥ തന്നെ നമുക്ക് ഒരു നിമിഷം ഓർക്കാം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം, അതിന്റെ 2-ാമത്തെ വാക്യം തൊട്ട് വായിക്കാമോ? മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം, മാർക്ക് ചാപ്റ്റർ 5 വേഴ്സ് 2 ഓൺവേഴ്സ്. ഒരു മനുഷ്യൻ കല്ലറകളിൽ വന്ന് അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചു കൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ച് പൊട്ടിച്ച് വിലങ്ങ് ഉരുമ്മി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ട് ചങ്ങല പൊട്ടിച്ചു, അത് ഉരുമ്മി ഒടിച്ചു കളഞ്ഞു. തുടൽ കൊണ്ട് ബന്ധിച്ചിട്ട് പൊട്ടിക്കുകയാണ്. അവന് ഒരു കൊച്ചു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യന് ചങ്ങല പൊട്ടിക്കാൻ തക്കവണ്ണം ശക്തനാണ്. അടുത്തത്, അവൻ കല്ലറകളിലാണ് പാർക്കുന്നത്. കല്ലുകൊണ്ട് തന്നെത്താൻ ചതയ്ക്കുന്നു, ശരീരത്ത് മുറിവേൽപ്പിക്കുന്നു. കണ്ടോ? മുറിവേൽപ്പിക്കുക, ചതയ്ക്കുക, ഇല്ലായ്മ ചെയ്യുക, നശിപ്പിക്കുക. ഇതാണ് പിശാചിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ശരീരത്തെ ഇല്ലായ്മ ചെയ്യുക, നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ നശിപ്പിച്ച് കളയുക, പ്രവർത്തനരഹിതമാക്കുക. അതിനുവേണ്ടിയുള്ള പദ്ധതികളാണ് അവൻ ഒരുക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ശരീരത്തെ ഇല്ലായ്മ ചെയ്യാനാണ് പിശാച് ശ്രമിക്കുന്നത്. ഇനി ഒരു ദൈവവൈതലിൽ പിശാച് കയറിയാലോ? അത് തന്നെയാണ് സംഭവിക്കുന്നത്. ദൈവവൈതൽ ഏതെങ്കിലും രീതിയിൽ പൈശാചികന് ഇടം കൊടുത്ത് അവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിക്കും. പല രീതിയിൽ പ്രവർത്തിക്കാം. ബൈബിളിൽ തന്നെ യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു പയ്യനെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ യേശു പറയുകയാണ്, അവനെ രോഗാത്മാവ് ബാധിച്ചിട്ട് അവന്റെ അപ്പൻ പറഞ്ഞു പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ട് അവനെ കൊല്ലാൻ നോക്കിയത്. ഇല്ലായ്മ ചെയ്യാനാണ് പിശാച് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒന്നാമത് ശരീരത്തെ കൊല്ലാനായിട്ട് ശ്രമിക്കും. രണ്ടാമത് അവന്റെ ശരീരത്തിൽ രോഗങ്ങൾ ഇട്ടുകൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കും. അത് പിശാചിന്റെ വേറൊരു പ്രവർത്തനമാണ്. ദൈവമക്കളിൽ കടന്നുകൂടിയിട്ട് അവരുടെ ശരീരത്തിൽ പല പല രോഗങ്ങളിട്ട് അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാകുന്ന ദൈവദാസന്മാർ അവർ രോഗാത്മാവിനെ ശാസിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു. പലതരത്തിലുള്ള
രോഗ ആത്മാക്കളുണ്ട്. യേശു ക്രിസ്തു തന്നെ അതിനെ കുറിച്ച് പറഞ്ഞു. കൂനയായിരുന്ന ഒരു സ്ത്രീ, വർഷങ്ങളായി രോഗാത്മാവ് ബാധിച്ച് ഈ സ്ത്രീയെ അഴിച്ചുവിടേണ്ടതാണെന്ന് കർത്താവ് പറഞ്ഞു. ഊമനും ചെകിടനുമായ ഒരു രോഗാത്മാവിനെ കർത്താവ് ശാസിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രോഗ ആത്മാക്കളുണ്ട്. പിശാചിന്റെ ആദേശം കൊണ്ടാണ് ഒരാൾക്ക് രോഗമുണ്ടായതെങ്കിൽ മരുന്ന് കൊണ്ട് അവനെ സുഖപ്പെടുത്താൻ കഴിയത്തില്ല. സാത്താനെ ശാസിച്ചാൽ മതി, ആ രോഗം വിട്ടുപോകും. എല്ലാ രോഗവും പിശാച് കയറിയിട്ടല്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളിൽ 70% നമ്മൾ നിമിത്തം ഉണ്ടാകുന്നതാണ്. നമുക്ക് തന്നെ അത് ക്രമീകരിക്കാൻ കഴിയും. ഒന്നുകിൽ നമ്മുടെ തെറ്റായ ജീവിത രീതി കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തെറ്റായ ഭക്ഷണ രീതി കൊണ്ട് ഒക്കെ രോഗങ്ങൾ ഉണ്ടാകാം. പൈശാചിക ശക്തികൾ കൊണ്ട് ചിലപ്പോൾ രോഗമുണ്ടാകാം. അതിനൊക്കെ ക്രമീകരണം വരുത്താൻ നമുക്ക് സാധിക്കും. നമുക്ക് തന്നെ അതിനെ ക്രമീകരിക്കാൻ സാധിക്കും. പിന്നെ ഒരു 20% രോഗങ്ങൾ ഉണ്ടാകാൻ കാരണം സമൂഹത്തിൽ നിന്നോ ട്രഡീഷണലായിട്ടോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. പിന്നെ ഒരു 10% പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടോ അപകടങ്ങൾ കൊണ്ടോ ഒക്കെ സംഭവിക്കാം. അപ്പോൾ മിക്കവാറും അസുഖങ്ങൾക്കും പരിഹാരം ഒന്നുകിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ക്രമീകരിക്കുന്നതിലൂടെ, ആഹാരം ക്രമീകരിക്കുന്നതിലൂടെ ഒക്കെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. മറ്റൊന്ന്, പൈശാചിക ശക്തിയാൽ ഉണ്ടായ രോഗമാണെന്ന് ബോധ്യപ്പെട്ടാൽ പിശാചിനെ ശാസിച്ചാൽ മതി, അതിൽ നിന്ന് വിടുതൽ കിട്ടും. അപ്പോൾ ഒരുത്തന്റെ ശരീരത്തെ നശിപ്പിക്കാൻ പിശാച് പ്രവർത്തിക്കുന്ന ഒന്ന്, അവനെ കൊല്ലാൻ ശ്രമിക്കുക, അവന്റെ ജീവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അത് ബോഡിയെ നശിപ്പിക്കുക, ശരീരത്തെ നശിപ്പിക്കുക. രണ്ടാമത്, ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണ് രോഗാത്മാവിനാൽ ബാധിക്കുക. മൂന്നാമത്, ഒരു പിശാച് ബാധിച്ചവനാണെങ്കിൽ അവന്റെ ശരീരം ഒരിക്കലും സൂക്ഷിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ കുളിക്കില്ല, നനയ്ക്കില്ല, വസ്ത്രം ചേഞ്ച് ചെയ്യത്തില്ല, മുടി വെട്ടത്തില്ല, വികൃതമായിട്ട് നടക്കും. പിശാച് ബാധിച്ച ആളുകളെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, നാട്ടിലൊക്കെ പലരെയും കണ്ടിട്ടുണ്ട്. കുളിക്കത്തുമില്ല, നനയ്ക്കത്തുമില്ല, കീറിപ്പറഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് ദിവസങ്ങൾ അതിട്ടുകൊണ്ട് നടക്കും, എവിടെങ്കിലും പോയി കിടക്കും. ശരീരത്തെ വൃത്തിയായി സൂക്ഷിക്കുന്നില്ലെങ്കിൽ ഓർത്തോണം, ഇത് പൈശാചികമായ ബാധയാൽ സംഭവിച്ചിരിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള 3 വഴികളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ശരീരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന രീതി. രണ്ടാമത്, രോഗങ്ങൾ വന്നിട്ട് വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബാധിക്കപ്പെട്ട്, നമുക്കറിയാം ജോബിനെ വിട്ടുമാറാത്ത പരുക്കളാൽ ബാധിച്ചു. കൂടുതൽ വിശദീകരണത്തിന് ഞാൻ പോകുന്നില്ല, സമയമില്ല. ഇങ്ങനെയൊക്കെ പലർക്കും പല രോഗങ്ങൾ വന്ന് അവരെ നശിപ്പിച്ച് കളയാൻ വേണ്ടി ശ്രമിക്കും. ഇതും പൈശാചികമായ ശക്തിയാൽ സംഭവിക്കാം. എല്ലാം അതാണെന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ വൃത്തിഹീനമായ ജീവിത രീതി. കാരണം അശുദ്ധ വസ്തുക്കളിൽ മാത്രമേ അശുദ്ധാത്മാവിരിക്കത്തുള്ളൂ. ഭൂതഗ്രസ്തന്റെ ഭൂതത്തെ കർത്താവ് ശാസിച്ചപ്പോൾ അവര് തന്നെ പറഞ്ഞു, ഞങ്ങളെ നരകത്തിലോട്ടെങ്ങും വിടരുത്, പന്നിക്കൂട്ടത്തിലേക്ക് വിടണമെന്ന്. യേശു ആ ദുരാത്മാവിനെ ശാസിച്ചു. 6000 ഭൂതങ്ങൾ ഉണ്ടായിരുന്നു. 2000 പന്നികൾ അവിടെ മേഞ്ഞു. ഒരു പന്നിയിൽ 3 ഭൂതങ്ങൾ വീതം കടന്നു. ആ കൂട്ടമെല്ലാം കടുതൂക്കോടെ കടലിൽ ചാടി ചത്തു. ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, 3 ഭൂതം കയറിയപ്പോഴത്തേന് ഒരു പന്നിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, അത് വെള്ളത്തിൽ ചാടി ചത്തു. 6000 ഭൂതം ഒരുത്തിൽ വന്നിട്ടും അവൻ പിടിച്ചു നിന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 6000 ഭൂതം വന്നാലും അവന് പിടിച്ചു നിൽക്കാൻ പറ്റും. പന്നിക്ക് 3 ഭൂതത്തെ പോലും വഹിക്കാനുള്ള കഴിവില്ലായിരുന്നു. വേറൊരുത്തന്റെ കാര്യം കർത്താവ് പറഞ്ഞു. ദുരാത്മാവ് ഒരുത്തനെ വിട്ടുപോയി. അവൻ പോയിട്ട് നീരോട്ടമുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടന്നു. അവനും തണുപ്പ് വേണം. തണുപ്പില്ലാതെ വന്നപ്പോൾ തിരിച്ച് ഞാൻ എൻ്റെ വിട്ടുപോകുന്ന ഭവനത്തിൽ മടങ്ങിപ്പോകുമെന്ന് പറഞ്ഞു. അവൻ പോയ വഴിക്ക് അവനേക്കാൾ ദുഷ്ടതയേറിയ 7 ദുരാത്മാവിനെ കൂടെ കണ്ടുപിടിച്ചു. 8 പേരും കൂടെ വന്ന് അവന്റെ വീട്ടിൽ വന്ന്
താമസമാക്കി. 8 അപ്പാർട്ട്മെന്റ് ആയിട്ട് വിഭജിച്ച് പാർക്കാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലാക്കിക്കോണം, ഒന്നിലധികം ഭൂതങ്ങൾക്ക് ഒരു വ്യക്തിയിൽ കടക്കാൻ പറ്റും, താമസിക്കാൻ പറ്റും, അവനെ നശിപ്പിച്ചു കളയാൻ പറ്റും. ഈ ഭൂതങ്ങളൊന്നും അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല, നശിപ്പിക്കാൻ മാത്രമേ അതിന് കഴിയുള്ളൂ. രണ്ടാമത്തെ കാര്യം, പിശാചിന്റെ ആദേശമുണ്ടാകുന്നത് നമ്മുടെ പ്രാണനിൽ സംഭവിക്കാം. അകത്തെ മനുഷ്യനിൽ, അകത്തെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ പുറമേ 5 ഇന്ദ്രിയങ്ങൾ ഉള്ളതുപോലെ നമുക്ക് അകമേ ചില ഇന്ദ്രിയങ്ങളുണ്ട്. നമ്മുടെ പ്രാണൻ അഥവാ ദേഹി, ആത്മാവ്. ശരീരമുള്ളതുപോലെ തന്നെ നമുക്ക് ദേഹിയുണ്ട്, ആത്മാവുണ്ട്. അത് രണ്ടും കൂടെ ചേർന്നാണ് അകത്തെ മനുഷ്യൻ. അകത്തെ മനുഷ്യന് ഇന്ദ്രിയങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. യഹോവയായ ഞാൻ ഹൃദയങ്ങളെ പരീക്ഷിച്ച് അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്ത് ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. യഹോവയോ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിപഞ്ചകളെയും വേർവിടുവിക്കുന്നത് വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ, ഭാവന, ഇതെല്ലാം അടങ്ങിയ ഇന്ദ്രിയങ്ങൾ നമ്മുടെ അകത്തുണ്ട്. അന്തര ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി. നമ്മുടെ ശരീരം, ദേഹി, ആത്മാവ്. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി. ശരീരത്തിന് 5 ഇന്ദ്രിയങ്ങൾ ഉള്ളതുപോലെ തന്നെ മനസ്സിനും 5 ഇന്ദ്രിയങ്ങളുണ്ട്. മനസ്സെന്ന് പറയുന്ന ഒരു അവയവം നമുക്കില്ല, ഒരനുഭവമാണുള്ളത്. അത് അകത്തെ മനുഷ്യന്റെ ഇന്ദ്രിയമാണ്. ആ അകത്തെ മനുഷ്യന്റെ ഇന്ദ്രിയത്തിൽ, മനസ്സിനകത്ത് തന്നെ ഉപബോധ മനസ്സുണ്ട്, ബോധ മനസ്സുണ്ട്, അബോധ മനസ്സുണ്ട്, നിഷ്കളങ്ക മനസ്സുണ്ട്, അപ്പൊ തന്നെ ദുർമനസ്സുണ്ട്. 5 ഇന്ദ്രിയങ്ങളുണ്ട് മനസ്സിന്. എബ്രായ ലേഖനം 9-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് നമുക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങളെ കുറിച്ച് എഴുതി 13-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, ആടുകളുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തിയിരുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ വിലയേറിയ രക്തം നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികമായിട്ട് ശുദ്ധീകരിക്കും. അപ്പം മനസാക്ഷിയിൽ നിർജീവ പ്രവൃത്തികൾ ഉണ്ടാകും. ദുർമനസാക്ഷി നീങ്ങുമാറ് നിങ്ങൾ ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരാകണം. നമ്മുടെ മനസാക്ഷിയിൽ മനസാക്ഷി കൊണ്ടുവരും, മനസ്സിനെ കീഴടക്കും, ദുഷ്ടമനസാക്ഷിയാക്കി മാറ്റും. എന്തും ചെയ്യാൻ മടിക്കത്തില്ല. മയക്കുമരുന്നിലൂടെ, മദ്യപാനത്തിലൂടെ, മ്ലേച്ഛമായ ജീവിത രീതിയിലൂടെ ദുർമനസാക്ഷി ഒരുത്തൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ എന്തും ചെയ്യും. സഹോദരങ്ങളെ കൊല്ലും, മാതാപിതാക്കളെ കൊല്ലും, എന്ത് ദുഷ്ടതയും പ്രവർത്തിക്കാൻ മടിക്കത്തില്ല. ഈ നാളുകളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചരിത്രങ്ങളാണത്. അതുകൊണ്ട് മനസ്സിനെ കീഴ്പ്പെടുത്തി പിശാചിനെ പ്രവർത്തിക്കാനായിട്ട് കഴിയുമെന്ന് ഓർക്കുക. ബുദ്ധിയെ കീഴ്പ്പെടുത്തി പിശാചിനെ പ്രവർത്തിക്കാനായിട്ട് കഴിയും. ബുദ്ധിയിലുമുണ്ട് 5 ഇന്ദ്രിയങ്ങൾ. നമുക്ക് ഓർമ്മശക്തിയുണ്ട്, ബുദ്ധിശക്തിയുണ്ട്, ആലോചിക്കാൻ ചിന്താശക്തിയുണ്ട്, ഗ്രഹിക്കാനുള്ള ശക്തിയുണ്ട്, കണ്ടും കേട്ടും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ശക്തി, ഭാവനാശക്തിയുണ്ട്. ഈ 5 ശക്തി ബുദ്ധിയുടെ ഇന്ദ്രിയങ്ങളാണ്.
അപ്പൊ മനസ്സിന് 5 ഇന്ദ്രിയങ്ങളുണ്ട്, ബുദ്ധിക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്, ശരീരത്തിന് 5 ഇന്ദ്രിയങ്ങളുണ്ട്. അപ്പോൾ ശരീരത്തിൽ മൊത്തത്തിൽ നോക്കിയാൽ 15 ഇന്ദ്രിയങ്ങൾ. 5 പുറമെ നമുക്ക് അറിയാവുന്നത്, 10 അന്തര ഇന്ദ്രിയങ്ങൾ. ഈ അന്തര ഇന്ദ്രിയങ്ങളെ ദൈവശോധന ചെയ്യുന്നു. ഈ അന്തര ഇന്ദ്രിയങ്ങളെ സാത്താൻ കീഴടക്കും. ഒരു നല്ല ഉദാഹരണം പറഞ്ഞാൽ, ഒരു യജമാനന് 3 പ്രധാന ജോലിക്കാരുണ്ടെന്നിരിക്കട്ടെ. ഓരോരുത്തരുടെയും കീഴിൽ 5 ജോലിക്കാർ വെച്ചുണ്ട്. 15 ജോലിക്കാര്, 3 സൂപ്പർവൈസർമാർ. ഈ 3 സൂപ്പർവൈസർമാരും ലഹരി പദാർത്ഥങ്ങളൊക്കെ സംഘടിപ്പിച്ച് മുതലാളിക്ക് കൊണ്ട് കൊടുത്ത് മുതലാളിയെ കീഴടക്കി അവരുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. കുറെ കഴിയുമ്പോൾ മുതലാളിയുടെ വസ്തുവകകളെല്ലാം നശിപ്പിച്ച് ഇല്ലാതാക്കി അവനെ തകർത്ത് കളയുവാൻ ഇടയായിത്തീരും. ഇതുപോലെയാണ് ശരീരത്തിന് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ: ശരീരം, ജീവൻ, ആത്മാവ്. ദേഹം, ദേഹി, ആത്മാവ്. 3നും 5 ഇന്ദ്രിയങ്ങൾ വീതമുണ്ട്. ഈ 15 ഇന്ദ്രിയങ്ങളെ സാത്താൻ കീഴടക്കി നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വേണ്ടാത്ത ചിന്തകൾ, വേണ്ടാത്ത ഭാവനകൾ, സങ്കല്പങ്ങൾ, ഇവയിലൂടെ ശരീരത്തെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയാണ് സാത്താൻ പ്രവർത്തിക്കുന്നത്. 2 Corinthians chapter 10 അതിന്റെ 4-5 വാക്യങ്ങൾ വായിക്കാമോ? 2 കൊരിന്ത്യർ 10-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. നിങ്ങളുടെ അനുസരണം ആ വാക്യം മതി. ആ വാക്യം നിങ്ങൾ ശ്രദ്ധയോടെ വീട്ടിൽ നിന്ന് വായിച്ച് പഠിക്കണം. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. എന്തുകൊണ്ടാണ് ദൈവമക്കൾക്ക് പോരാട്ടമുണ്ടെന്ന് പറയുന്നത്? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാരത്തിന് ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജയിച്ചെടുക്കാൻ നമുക്ക് തന്നെ കഴിയാത്തത് കൊണ്ടാണ് ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് സഹായത്തിനായിട്ട് വരുന്നത്. ദൈവത്തിന്റെ ദൂതന്മാരുടെ ഹെൽപ്പ് നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് പിശാച് നമ്മളെ വീഴ്ത്തിക്കളയാൻ ശ്രമിക്കും. നമ്മളോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. സങ്കല്പങ്ങളായിട്ട്, ഭാവനകളായിട്ട് പലതരത്തിൽ കോട്ടകൾ കെട്ടുകയാണ് നമ്മളുടെ ഉള്ളിൽ. പല പല സങ്കല്പ കോട്ടകൾ. അതെല്ലാം ഇടിച്ച് തകർക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ട് ഉയരുന്ന ഈ കോട്ടകളെ ഇടിച്ച് തകർക്കാൻ ദൈവമക്കൾ ശക്തരാകണം. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ അതിന് ജഡീകങ്ങളല്ല. ഉപവാസം, പ്രാർത്ഥന, ദൈവവചനത്തിന്റെ വായന. എപ്പോഴും ദൈവവചനം വായിക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിക്കണം. അങ്ങനെ ഈ സങ്കല്പങ്ങളെല്ലാം ഇടിച്ചു നിരത്തി പൈശാചിക ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. അങ്ങനെ പ്രാണനെ ഇല്ലാതാക്കുന്ന എല്ലാ പൈശാചിക ശക്തിയിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ ദൈവമക്കൾ ശ്രമിക്കണം. നമ്മുടെ മൈൻഡ്, നമ്മുടെ ഇമോഷന്, നമ്മുടെ വില്ല്, ഇതിനെയെല്ലാം സാത്താൻ കീഴടക്കും. സാത്താൻ ഇപ്പം ഒരു സ്ട്രീറ്റ് ഡോഗിനെ കീഴടക്കാൻ ഒരുത്തൻ പരിശ്രമിച്ചിറങ്ങിയാൽ നടക്കും. പല പ്രാവശ്യം അതിന് ഇഷ്ടപ്പെട്ട ഫുഡ് കൊണ്ട് കൊടുത്ത് 10 ദിവസം കൊടുത്തു കഴിയുമ്പോൾ അത് അടുത്തു വരും. പതുക്കെ അതിൻ്റെ കഴുത്താൽ തുടലിടാം, പിന്നെ അതിനെ പിടിച്ചോണ്ട് പോയിട്ട് കെട്ടിയിടാം, ഫുഡ് കൊടുക്കാം, കുറെ കഴിയുമ്പോൾ അതിനെ ഇണക്കിയെടുക്കാം, വീട്ടുപട്ടിയാക്കാം, കുറച്ച് കഴിയുമ്പോൾ അതിനെ കൊണ്ട് അനുസരിപ്പിക്കാം, പിന്നെ അത് കൂടെ നടക്കും. ഇതുപോലെ സാത്താനെ പിടിച്ചടക്കണം. നമ്മുടെ ഇന്ദ്രിയങ്ങളെ പിടിച്ച് നാം പറയുന്നിടത്തോട്ട് കൊണ്ടുവരണം. അതിന് വേണ്ട
തുടലുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കണം. ദൈവജനത്താൽ ബന്ധിച്ച്, യേശുവിന്റെ രക്തത്താൽ ബന്ധിച്ച് എല്ലാ പൈശാചിക ശക്തികളെയും കീഴ്പ്പെടുത്തി നമ്മുടെ ഇന്ദ്രിയങ്ങളെ നേരെയാക്കണം. അതിനുള്ള കഴിവ് ദൈവമക്കൾ പ്രാപിക്കണം. ഇപ്പൊ രണ്ടാമത്, നമ്മുടെ പ്രാണനോട് പിശാചിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാം. മൂന്നാമത്, നമ്മുടെ കുടുംബജീവിതത്തോട് സാത്താന് പ്രവർത്തിക്കാനായിട്ട് കഴിയും. സംശയത്തിലൂടെ, സംശയരോഗം ഇട്ടുകൊണ്ട് ദൈവമക്കളെ, കുടുംബങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുവാൻ പിശാചിനെ പ്രവർത്തിക്കാനായിട്ട് വലിയ സാധ്യതകളുണ്ട്. ചെറിയ കാര്യങ്ങൾ മതി, അതിൽ നിന്ന് പിടിച്ച് കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കി കുടുംബജീവിതത്തെ തകർത്ത് ഇല്ലാതാക്കുവാൻ പിശാചിന് കഴിയും. ആ രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ പ്രത്യേകമായിട്ടും മക്കളോടുള്ള ബന്ധത്തിൽ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കണം. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് കുഞ്ഞുങ്ങളെ പ്രാർത്ഥന പഠിപ്പിച്ച് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ദൈവവചനം ധാരാളമായിട്ട് പഠിക്കാൻ അവർക്ക് പ്രേരണ കൊടുത്ത് നിർബന്ധപൂർവം ദൈവവചനം കേൾക്കുവാനും പഠിക്കുവാനും അവരെ ഒരുക്കണം. മാതാപിതാക്കൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ അവരിൽ നിന്നും അടർത്തിക്കൊണ്ടുപോകും. ഏതെങ്കിലും രീതിയിൽ സാത്താൻ അവരിൽ പ്രവർത്തിച്ച് അവരുടെ സ്പിരിച്വൽ ലൈഫിനെ ഇല്ലാതെയാക്കും. അവരുടെ വികാരങ്ങളെ സാത്താൻ പല നിലകളിൽ ഉപയോഗിച്ച് പൈശാചികമായ രീതിയിലേക്ക് മാറ്റി കുടുംബത്തിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കുടുംബജീവിതത്തിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അവസരമുള്ളപ്പോൾ വിശദമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം, പ്രസംഗത്തിലൂടെ ഓർപ്പിക്കാം. നാലാമതായിട്ട് സാത്താന് പ്രവർത്തിക്കാൻ കഴിയുന്നത് നമ്മുടെ ഭൗതികമായ നന്മകളെ ഇല്ലാതാക്കാൻ സാത്താന് കഴിയും. സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തുവാൻ കഴിയും. ഇയ്യോബിന്റെ വസ്തുക്കളെല്ലാം നശിപ്പിച്ചു, മക്കളെ നശിപ്പിച്ചു, വസ്തുവകളെല്ലാം നശിപ്പിച്ചു, ഇല്ലായ്മ ചെയ്തു. ഭൗതികമായ നഷ്ടങ്ങൾ വരുത്തിക്കൊണ്ട്, ദുരന്തങ്ങൾ വരുത്തിക്കൊണ്ട്, ഇല്ലായ്മ ചെയ്ത് പ്രവർത്തിക്കാൻ സാത്താന് കഴിയും. അഞ്ചാമതായിട്ട് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ സാത്താന് പലതും പ്രവർത്തിപ്പാനായിട്ട് കഴിയും. എങ്ങനെയാണ് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുന്നത്? തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ഹുമനിയോസ്, അലക്സാണ്ടർ ഇവരുടെയൊക്കെ വിശ്വാസക്കപ്പൽ തകർത്ത് കളഞ്ഞിട്ട് അവരെ ദൈവമക്കൾക്കെതിരായിട്ട് പ്രസംഗിക്കുവാനും പ്രവർത്തിക്കുവാനും വേണ്ടി ഒരുക്കും. ചിലപ്പോൾ ചില ദൈവദാസന്മാരെ കയ്യിലെടുക്കും, ചില വിശ്വാസികളെ കയ്യിലെടുക്കും. അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോകും. എന്നിട്ട് അത് ശരിയാണോ, ഇത് ശരിയാണോ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് മറ്റുള്ള വിശ്വാസികളെ കൂടെ വിശ്വാസത്തിൽ നിന്ന് തകർത്ത് കളയുവാൻ, മിനിസ്ട്രിക്കെതിരായിട്ട് പ്രവർത്തിപ്പാൻ അനേകരെ ഒരുക്കിയിട്ടുണ്ട്. ഇന്നും സാത്താൻ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മിനിസ്ട്രിക്കെതിരായിട്ട് സാത്താൻ പ്രവർത്തിക്കും. അടുത്തതായിട്ട് നോക്കിയാൽ നമ്മുടെ ഫാമിലിയിൽ പെട്ടവരെ നമുക്കെതിരാക്കി തീർക്കുന്ന ഒരു വലിയ പദ്ധതി സാത്താനുണ്ട്. അതിനെക്കുറിച്ച് സമയം പോയതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് പറയാനായിട്ട് ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. നമ്മുടെ മക്കളെ, നമ്മുടെ സഹോദരങ്ങളെ ഒക്കെ നമുക്കെതിരാക്കാം. വിശ്വാസത്തിനെതിരായിട്ട് പ്രവർത്തിക്കാനായിട്ട് അവരെയൊക്കെ ടൂളായിട്ട് പിശാച് ഉപയോഗിക്കും. അനേകരുടെ അനുഭവങ്ങൾ അങ്ങനെ കേൾക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും സാത്താൻ അങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കെതിരായിട്ട് നമ്മുടെ മക്കളെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ
അടുത്ത റിലേഷനിലുള്ളവരെ ഒക്കെ ഉപയോഗിക്കാം. ഏഴാമതായിട്ട് ഏറ്റവും വലിയൊരു ആയുധമാണ് ഫ്രണ്ട്സിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. കൂട്ടുകാരുടെ പിയർ പ്രഷർ. കൂട്ടുകാർ പറയുന്നതാണ് കൂടുതലായിട്ട് ആളുകൾ കേൾക്കുന്നത്. കൂട്ടുകാരൻ പറയാണ് ഇന്ന കളി കാണാൻ പോകണം, ഇന്ന കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം, ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു മടിയില്ലാതെ ആളുകൾ അതിന് തയ്യാറാകും. പക്ഷെ പൈശാചികമായ ആലോചനയാണെന്ന് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അത് സാത്താന്റെ, ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിക്കുകയുണ്ടായി, രണ്ട് രീതിയിലാണ് പിശാച് പ്രവർത്തിക്കുന്നത്. ഒന്ന്, പിശാചിന്റെ ആദേശം. പിശാചിന്റെ ദൂതന്മാർ നേരിട്ട് ഒരു വ്യക്തിയിൽ കടന്നുകൂടിയിട്ട് പ്രവർത്തിക്കുന്ന രീതി. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ്, തോന്നിപ്പിക്കുക, സങ്കല്പങ്ങളിലൂടെ. ദാവീദിനെ തോന്നിപ്പിച്ചു, ജനത്തെ എണ്ണുവാൻ ദാവീദിനെ തോന്നിപ്പിച്ചു. ദിനവൃത്താന്തങ്ങളുടെ 1 പുസ്തകം 21 അധ്യായം. ദാവീദ് ജനത്തെ എണ്ണി. അത് ദൈവത്തിന് ഹിതമല്ലായിരുന്നു. അവന്റെ അഹങ്കാരം കൊണ്ടാണ്. എനിക്ക് ഇത്രയും സൈന്യമുണ്ട്. എപ്പോൾ നിഗളം, അഹങ്കാരം ജീവിതത്തിൽ വരുന്നോ, ഇതൊക്കെ പിശാച് തോന്നിപ്പിക്കുന്നതാണെന്ന് ഓർത്തോണം. ചില കൂട്ടുകെട്ട്, ഞാനിപ്പോൾ പറഞ്ഞത് ഫ്രണ്ട്സിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കും. ചില കൂട്ടുകെട്ടുകൾ, ചില കളികൾ, ഇതിലൂടെയൊക്കെ പൈശാചികമായ ചിന്തകൾ കൊണ്ടുവന്ന് അവരിലൂടെ പ്രവർത്തിച്ച് നമ്മളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഒന്നാമത് നമ്മുടെ ശരീരത്തെ ഇല്ലാതാക്കുവാൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. രണ്ടാമത് നമ്മുടെ അന്തര ഇന്ദ്രിയങ്ങളിൽ പ്രവർത്തിച്ച് നമ്മെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. മൂന്നാമത് സെക്സ്വൽ ലൈഫിലൂടെ കുടുംബജീവിതത്തിൽ തകർച്ചയുണ്ടാക്കി തകർത്ത് കളയാനായിട്ട് ശ്രമിക്കുന്നു. നാലാമത് നമ്മുടെ ജോലിയോടുള്ള ബന്ധത്തിൽ സാമ്പത്തിക വിഷയങ്ങളിൽ പ്രശ്നമുണ്ടാക്കി ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്നു. അഞ്ചാമത് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ നമുക്കെതിരായിട്ട് പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന് നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്നു. ആറാമതായിട്ട് അടുത്ത റിലേഷനിലുള്ളവരിലൂടെ പ്രവർത്തിച്ച് നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു. ഏഴാമത് നമ്മുടെ കൂട്ടുകാരിലൂടെ പ്രവർത്തിച്ച് നമ്മുടെ ജീവിതത്തെ തകർക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ സാത്താൻ ഒരുക്കും. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ദൈവമക്കളോട് എതിർക്കാൻ പിശാചിന് ശക്തിയില്ല. കാരണം പിശാചിന്റെ മേൽ നമുക്ക് അധികാരമുണ്ട്, കൽപ്പിക്കാൻ നമുക്ക് കഴിയും. പിശാചിന് ശക്തി ഉണ്ടെങ്കിലും അധികാരമില്ല. നമ്മുടെ അധികാരത്തിന് മുമ്പിൽ പിശാചിന്റെ ശക്തി അമർന്നു പോകും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 10 ടൺ ഭാരവുമായിട്ട് വരുന്ന ഒരു ട്രക്ക് ഭയങ്കര ശക്തിയോടെ പാഞ്ഞു വരികയാണ്. 150 പൗണ്ട് മാത്രം തൂക്കമുള്ള ഒരു പോലീസുകാരൻ വഴിക്ക് നിന്ന് കൈ കാണിച്ചാൽ ആ ട്രക്ക് പെട്ടെന്ന് നിർത്തും. അധികാരത്തിന്റെ മുമ്പിൽ അത് നിന്നേ പറ്റുള്ളൂ. അത്രയും ശക്തിയുള്ളതാണ്. പക്ഷേ അധികാരത്തിന്റെ മുമ്പിൽ വരുമ്പോൾ ശക്തി ക്ഷയിച്ചു പോകും. ദൈവമക്കൾക്ക് അധികാരമുണ്ട്, ഒപ്പം പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൂടെ നമ്മിലുണ്ടെങ്കിൽ ഏത് പൈശാചിക ശക്തിയും ജയിപ്പാൻ നമുക്ക് കഴിയും. ഇപ്പൊ നമ്മളിലുള്ള ശക്തിയും അധികാരവും ഉപയോഗിച്ച് സാത്താനെ ജയിപ്പാൻ നമുക്കിടയാകണം. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തഹേതുവായി തങ്ങളുടെ സാക്ഷിവചന ഹേതുവായും ജയിച്ചു. പൈശാചികമായ പ്രവർത്തനങ്ങളെ ജയിപ്പാൻ ഈ ദിവസങ്ങളിൽ ദൈവശക്തി നമുക്ക് പ്രാപിക്കാം. അധികാരത്തോടുകൂടെ സാത്താനോട് ശാസിക്കുവാനും സാത്താന്റെ മേൽ ജയോത്സവം കൊണ്ടാടുവാനും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഇടയാകട്ടെ. നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മെ സംരക്ഷിപ്പാൻ നമുക്ക് തുണയായിട്ട് നമ്മോട് കൂടെയുള്ള ദൂത സഞ്ചയത്തിന്റെ കാവലിൽ, ധൈര്യത്തിൽ, പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയിൽ ആശ്രയിച്ച് പിശാചിനെ ജയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Stotram. Thank you, Pastor. Thank you. Hallelujah. Praise the Lord. I can see some youngsters here today. For them, I would like to conclude this message in few words. I won't take much time. So mainly, Pastor Uncle was talking about how the demonic spirit can enter in our life. That's some topic preached today. The first point was pride and jealousy are the open door for demonic spirit. So whenever we have these emotions, these senses ruling us, do not allow them to make sin in our life. Instead, when we realize we did something wrong, or we did commit a sin, go to the presence of God and ask for forgiveness. Then God will forgive our sin, and it won't make it the door, the open door for Satan will be closed. And second one is in your anger, do not sin. When you are angry, do not keep that emotion. Just leave that emotion from your life and give, surrender in the presence of Holy Spirit. Angels have a spiritual body, but Satan don't have a body. So Satan use other medium like animals and other means to work in the world. A child of God, but a child of God have authority over satanic spirit. How the demons attack a believer? First one is demon can attack our body. In Mark chapter 5, 2-5, we can see the example. Second one is the demon can attack our inner man, or the soul and spirit. All together, from our body, soul, and spirit, we have 5 senses each of total 15 senses. Satan can attack on these 15 senses. I'm not going to explain those parts. Then demonic spirit may attack the family. It will make bring confusions. It will bring doubts and different kinds of thing in the family, and that's where demonic spirit can attack a family. The demonic spirit can attack on our secular blessings. Like Job, he had lost everything, whatever he earned, all his wealth is gone. So a demonic spirit or Satan can attack on our wealth and secular blessings. Demonic spirit can attack on our ministry, and they can may attack through the family members. Mainly it will make division and confusions and doubts among the family members, not only the husband and wife and kids, but even with the brothers and sisters and all. Then attack through the friends. Demonic spirit can attack through the friends. It will give you peer pressure. Through the friends, it will force you to do something wrong. Through that way also, the demonic spirit can attack us. But we are child of God, and we have authority over the satanic power. Along with that authority, when we are anointed with the Holy Spirit, we have full control over all this evil spirit. So, we are called to be the child of God, and God wants us to anoint us. He wants to baptize us with the Holy Spirit. Pray for it so we can have a victorious life. God called for us, called for to be a victorious person. So let's have an attitude of prayer, and let's give a chance to the Holy Spirit to work in our life. സ്തോത്രം. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിന് വേണ്ടി നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. വചനം പഠിപ്പിക്കുവാൻ കർത്തൃദാസനെ ദൈവം സഹായിച്ചുവല്ലോ. ഞാൻ ഒരു പാട്ട് പാടുന്നതിന് മുൻപ് 1-2 അനൗൺസ്മെന്റുകൾ പറഞ്ഞ് അതിനുശേഷം പാട്ട് പാടാൻ പോവുകയാണ്. ഈ ഫ്രൈഡേയിൽ നമ്മുടെ ഷീറ സിസ്റ്ററിന്റെ സഹോദരന്റെ വേർപാടിൽ സഹോദരന്റെ മകന്റെ ഭവനത്തിൽ വെച്ച് ഒരു പ്രയർ നടക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി അറ്റൻഡ് ചെയ്യാം, വേണമെങ്കിൽ നല്ല കഴിയുമെങ്കിൽ നമുക്കൊന്ന് പോയി അറ്റൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം അവരുടെ മകനോട് സംസാരിച്ചിരുന്നു, എൻ്റെ മകനോട് സംസാരിച്ചിരുന്നു. ഫ്രൈഡേ ഈവനിങ്ങിലെ മീറ്റിങ്ങിന് നമ്മളവിടെ വിളിച്ചിട്ടുണ്ട്. നമുക്ക് പോകാൻ സാധിക്കുന്നവർക്ക് പോകുന്നത് നന്നായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രയർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അനൗൺസ്മെന്റിന്റെ സമയത്ത് പറയാൻ ഒത്തില്ല. നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥന ഏപ്രിൽ മാസം 4-5 ഏപ്രിൽ മാസം 4-5 6-ആം തീയതി സൺഡേയോടുകൂടി തീരത്തക്ക രീതിയിൽ നമ്മൾ പ്രയർ ക്രമീകരിക്കുന്നുണ്ട്.
അതിന് കഴിവതും എല്ലാവരും അതിൽ പങ്കെടുക്കണം. ഇന്ന് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ കൂടി കേട്ടു, ത്രൂ prayer and fasting we will get more strength, and we are getting more authority. We are having authority over satanic and demonic spirits and their works. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥനയോടെ നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന പകല് നടക്കുന്ന ഒരു പാട്ടിന്റെ ഏതാനും ചരണങ്ങൾ മാത്രം ഞാൻ പാടുന്നു. അതിനുശേഷം കുര്യാക്കോസ് പാസ്റ്റർ ലൈനിലുണ്ടോ അതോ പാസ്റ്റർ പോയോ? ഓക്കെ, ഒരു പാട്ടിന്റെ 1-2 ചരണങ്ങൾ മാത്രം പാടും. അതിനുശേഷം പ്രിയ കുര്യാക്കോസ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിടങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിമാന്മാർ പലർ വീണിടുന്നേ, ശക്തി ത്യജിച്ചവരോടിടുന്നേ, ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ, ദൈവശക്തി ോടിടുന്നേ, ലോകമോഹങ്ങൾക്കധീനരായി തീരുന്നതാൽ ഒരുങ്ങീട, ലോകമോഹങ്ങൾക്കധീനരായി തീരുന്നതാൽ ഒരുങ്ങീട, ഓടിടുക മണവാള മരവേറ്റമടുത്തു പോയി, മാലിന്യപ്പെട്ടിടാതോടിടുക മണവാള വരവേറ്റമടുത്തു പോയി, മണിയാറെ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിടാം, മണിയാറിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിടാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തിരുനാമത്തിനു സ്തോത്രം ചെയ്യുന്നു. കർത്തൃസന്നിധിയിൽ ഇന്ന് രാത്രി തിരുവചനമായി അല്പസമയങ്ങളിൽ ഇരിപ്പാൻ ദൈവം ഞങ്ങളോട് കരുണകൾ ചെയ്തല്ലോ. കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ സ്ഥിരമായ ജീവന്റെ വചനത്തിന്റെ പൊരുളുകൾ തിരിപ്പാൻ ദൈവനിർദാസിനെ ബലപ്പെടുത്തിയതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഒരു ജഡമനുഷ്യനെയും തകർത്ത് കളയുന്ന ശത്രുവിന്റെ വിവിധമായ പദ്ധതികളെ കുറിച്ച് കേൾപ്പാൻ ദൈവം ഞങ്ങളോട് കരുണ തോന്നിയതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരത്തിന്റെ മേൽ കണ്ണുവെക്കുന്ന പിശാച് അതിന്റെ അനുഭവങ്ങളായി ഇന്ദ്രിയത്തിന്റെ മേൽ താവയെ തേർവാഴ്ച നടത്തി അതിനെ കുടുംബജീവിതത്തിൽ കൂടെ തകർച്ചയിലേക്ക് നയിച്ച് ഭൗതികമായ തകർച്ചയിൽ ഞങ്ങളെ കൊണ്ടുചെന്നെത്തിച്ച് ഞങ്ങളുടെ ശുശ്രൂഷയെ പോലും ബന്ധിക്കത്തക്ക നിലയിൽ പോരാടി അടുത്തുള്ള തല ബന്ധങ്ങളിൽ കൂടെ അതിന്റെ എതിരുകൾ വെളിപ്പെടുത്തി അതിൻ്റെതായിരിക്കുന്ന നന്മകൾ കർത്താവെ വെളിപ്പെട്ടു വരാൻ കഴിയാതെ വണ്ണം കൂട്ടുകാരിൽ കൂടെ പിശാചു പ്രവർത്തിച്ച തലമുറകളെ തകർത്ത് കളയുന്ന വിധങ്ങൾ കേൾപ്പാൻ കർത്താവ് ഞങ്ങളോട് തോന്നി കരുണയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഭയാ കുടുംബങ്ങളെ എല്ലാം വ്യക്തിപരമായി ഞങ്ങളെ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. ഓരോ കുടുംബങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഓരോ തലമുറകളെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അയച്ചിരിക്കുന്ന സമയങ്ങൾ, കർത്താവ് നൽകിയിരിക്കുന്ന സമയം പകലുള്ളിടത്തോളം അയച്ചവന്റെ വേല ചെയ്യുമ്പോൾ കർത്താവ് സൗത്ത് ദൈവസഭയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങളിൽ ഒരു വ്യക്തി പോലും ശത്രുവിന്റെ കുടുക്കളിലോ കെണികളിലോ അകപ്പെട്ടു പോയി വിരുദ്ധ നഷ്ടപ്പെടുത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ തന്ത്രങ്ങളെ വിവേചിക്കുന്നവരായി അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ എന്ന് പൗലോസ് ഓർപ്പിക്കുന്നത് പോലെ അവന്റെ തന്ത്രങ്ങളെ ഞങ്ങൾ ആത്മാവിൽ വിവേചിച്ച് അവന്റെ പോരിനെതിരെ യുദ്ധം ചെയ്യുവാൻ ആവശ്യമായ സർവായുധവർഗം ധരിച്ചുകൊണ്ട് ദൈവികമായ വചനത്തിന്റെ പരിചയാനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണമേ. ശത്രുവിനെ ജയിപ്പാൻ ആവശ്യമായ ഉപവാസത്താലും പ്രാർത്ഥനയാലും ദൈവത്തിന്റെ വചനത്താലും സാക്ഷ്യവചനത്താലും നിങ്ങൾ തിരുവചനം വായിക്കുന്നല്ലോ. അവൻ ഞങ്ങളെ ജയിപ്പാനല്ല കർത്താവ്, അവൻ ഞങ്ങളെ തോൽപ്പിക്കുന്നവരായിട്ടല്ല, ഞങ്ങൾ
ജയിക്കുന്നവനായി, അവന്റെ മേൽ അധികാരമുള്ളവനായി, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ മുഴുവനത്തെയും ചവിട്ടുവാൻ അധികാരം തരുന്നുവെന്ന് വാക്കു പറഞ്ഞ അധികാരസ്ഥനായ യേശുവിന്റെ നാമത്തില് താൻ പറഞ്ഞയക്കപ്പെട്ട ശിഷ്യന്മാർ പലവരുടെ മേൽ, രോഗികളുടെ മേൽ കൈവച്ചു. അവരുടെ മേൽ ഭൂതാത്മാവ് രോഗശക്തിയും അഴിഞ്ഞു മാറി. അവർ മടങ്ങി വന്ന് കർത്താവെ ഇന്നതൊക്കെ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, ആകാശത്തുനിന്ന് മിന്നൽ പോലെ ശത്രുവായവൻ വീഴുന്നത് ഞാൻ കണ്ടുവെന്ന് കർത്താവ് പറഞ്ഞതുപോലെ മേഘമണ്ഡലങ്ങളെ കർത്താവെ വാഴ്ചയിരുത്തി മേഘമണ്ഡലത്തിന്മേൽ ആധിപത്യമിട്ട് ആകാശമണ്ഡലത്തിന്മേൽ സർവാധിപത്യമിടുന്ന ദുഷ്ടന്റെ പോരുകളെ വീഴ്ത്തിക്കളയാൻ ആവശ്യമായ അധികാര കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. ത്തക്ക നിലയിൽ ദൈവാത്മാവ് ഞങ്ങളുടെ മേൽ വെളിപ്പെടണമേ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ഓരോ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കണമേ. പ്രവർത്തി ഞങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കണമേ. ദൈവകൃപ ഇറങ്ങണമേ കർത്താവെ. ഓരോ വ്യക്തികൾക്കായി സ്തോത്രം. ഇടർച്ച വരുത്തുന്ന മേഖലകള്, അസൂയയുടെ അനുഭവങ്ങള്, നികള ഹൃദയങ്ങള്, താഴ്മയില്ലാതെ ഹല്ലേലൂയ വ്യാജാത്മാവിൽ പോരാടി നിൽക്കുന്ന എല്ലാ ഇരുട്ടിന്റെ വ്യാപാരങ്ങളെയും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുകയാണ്. തലമുറകളാരും ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ കിടുങ്ങിപ്പോയി അവർ ഇന്ദ്രിയത്തിന്റെ കൃപ നഷ്ടപ്പെടുത്തി കളയുവാൻ, ആത്മാവിനെ ശത്രുവിനാൽ ബന്ധിക്കപ്പെട്ടു പോവാൻ ദൈവം അനുവദിക്കല്ലേ. വെളിപ്പെടണമേ. വീണ്ടെടുപ്പിൻ നാളിലേക്ക് മുദ്രയിട്ട മേൽ പകരണമേ കർത്താവേ. യൗവന മോഹങ്ങളെ തുച്ഛീകരിക്കാതെ ദൈവകൃപയിൽ അധിഷ്ഠിതമായി ആത്മിക ജീവിതം നയിച്ചു മുന്നേറുവാൻ എല്ലാവരെയും സഹായിക്കണമേ കർത്താവേ. അവയാ കുടുംബങ്ങളുടെ മേലൊക്കെ ഒരു ആത്മികമായ സ്നേഹബന്ധം താവേ മതിൽമേൽ ചിതറിയിരിക്കുന്നവരായിട്ടല്ല. ഹല്ലേലൂയ. രാവും പകലും ആയുധം പിടിച്ച് കുന്തം പിടിച്ചവരെ പോലെ ഞങ്ങളെ കർത്താവാക്കിയിരിക്കുന്ന വേലയിൽ ശുഷ്കാന്തിയുള്ളവരായി അല്പസമയമേ ഉള്ളൂ എന്ന് വിചാരിച്ച് ശത്രു മുഴുവനത്തോടെ തല ഉയർത്തുമ്പോൾ അതിനെതിരെ അതാവേ ഹരയെ മുറുക്കി മുന്നേറുവാനുള്ള കൃപ ഓരോ ജനത്തിന്റെ മേൽ പകരുമാറാകണമേ. സഭയുടെ മുഖച്ഛായ മാറണമേ. നന്ദി പാപങ്ങൾ മാറിപ്പോകട്ടെ. ജീവന്റെ കരം വെളിപ്പെടുമാറാകണമേ. ദൈവാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങണമേ. വെള്ളം ചെല്ലുന്നിടത്തെല്ലാം കർത്താവേ ജീവനുള്ള അനുഭവങ്ങൾ ജീവിക്കുന്നത് പോലെ ഒരു നദി ഒഴുകട്ടെ കർത്താവേ. ഞങ്ങളുടെ ആലയത്തിൽ ആത്മാവിനെ നദി ഒഴുകണമേ. വ്യക്തികളിൽ നദി ഒഴുകണമേ. കുടുംബങ്ങളുടെ മേൽ ദൈവകൃപ പകരണമേ. രോഗശക്തിയാൽ ബന്ധിക്കപ്പെടുന്ന വ്യക്തികളുണ്ടല്ലോ. സാമ്പത്തികമായ മണ്ഡലങ്ങളിൽ കൂടെ നന്മയെ തകർത്തുകളയുന്ന മേഖലകളുണ്ടല്ലോ. ഔദ്യോഗികമായ പദവികളുണ്ടെങ്കിലും വേണ്ടതുപോലെ നന്മ പാരാൻ കഴിയാതെ വണ്ണം അതിന് മണ്ഡലങ്ങളെ ഒതുക്കിക്കളയുന്ന ദുഷ്ടന്റെ ആധിപത്യ മണ്ഡലത്തിന്റെ മേൽ ദൈവത്തിന്റെ കൈ നാളുകൾ വെളിപ്പെടുമാറാകണമേ. ഓരോ ശരീരങ്ങളും ദൈവത്തിന്റെ ആലയമാണല്ലോ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവാത്മാവ് വസിക്കുന്ന ഞങ്ങളുടെ ശരീരത്തിന്മേൽ ദൈവത്തിന്റെ സർവാധിപത്യം വെളിപ്പെടുമാറാകണമേ. തലമുറകളെ എല്ലാവരും ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യമുള്ള സമയമായി, സാക്ഷ്യമുള്ള തലമുറയായി, അനുഗ്രഹമുള്ള തലമുറയായി, ക്രിസ്തുവിന് വേണ്ടി ബാല്യത്തിലെ നുകമെടുക്കുന്ന തലമുറയായി, ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് കരയുന്ന ഒരു തലമുറയായി, ആത്മീക പാരമ്പര്യമുള്ള സഭയായി, ഒരു മാതൃകയുള്ള സഭയായി. ദൈവമേ, യൗവനക്കാരെ കാണുമ്പോൾ, ഞങ്ങളുടെ യുവതിവാക്കളെ ലോകം കാണുമ്പോൾ ഇത് ദൈവകൃപയുള്ള സഭയിലെ അംഗങ്ങളെന്ന് പറയത്തക്ക നിലയിൽ ദൈവം അത്ഭുതം ചെയ്യുമാറാകണമേ. ഞങ്ങൾ ആ സമയം ഈ നിമിഷം കർത്താവെ ദൈവദിനം പഠിപ്പിച്ച നിർദാശന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ ക്ഷീണങ്ങളും വാർദ്ധക്യ സഹിതമായ പ്രയാസമുണ്ടെങ്കിലും പ്രദാസനെ ദൈവം ബലപ്പോടെ അഭിഷേകം ചെയ്തതിനായി, മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ നിർദാസനെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം. നിലവിളിക്കിരിക്കുന്ന ഓരോ ദൈവമക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയിലെ ഓരോ വ്യക്തികളെ, കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രായം കഴിഞ്ഞു നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവേ, ഇവരുടെ നന്മയെ തടഞ്ഞു വെക്കുന്ന ദുഷ്ടന്റെ ആധിപത്യ മണ്ഡലം അഴിയട്ടെ കർത്താവേ. വിദേശത്തിന്റെ പോര് വിളയാടാൻ ദൈവം അനുവദിക്കല്ലേ. നന്നായി 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 നല്ലതുപോലെ നല്ലതുപോലെ എന്റെ ദൈവമെല്ലാം നന്മക്കടയാളപ്പെട്ട് ചെയ്യണമേ. കർത്താവേ, വെള്ളിയാഴ്ചത്തെ ആ സഹോദരന് വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തിൽ നടക്കുന്ന ആ യോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ ഒരു സഹോദരിയുടെ ആങ്ങളെയാണല്ലോ. ആ ഉത്തരവാദിത്വം ഞങ്ങളുടെ സഹോദരന്മാരെല്ലാവരും നൽകി ഞങ്ങളെല്ലാവരും കുടുംബമായി പോയി ശുശ്രൂഷ പങ്കെടുക്കുവാൻ ദൈവം അവസരങ്ങൾ ഒരുക്കണമേ. മഹത്വം അവിടെ ഇറങ്ങണമേ കർത്താവേ. എല്ലാത്തിന്മേലും കവിയുന്ന ദൈവിക സ്നേഹത്തിന്റെ ബന്ധം ഞങ്ങളുടെ മേൽ പുനരുപറാകണമേ എന്ന്
ഞങ്ങളുടെ Hallelujah. Praise the Lord. കർത്താവേ, ചില ദിനങ്ങൾ നിങ്ങളുടെ മേഴ്സിമാമ ശാരീരികമായി സൗഖ്യമില്ലാതെ ഭാരപ്പെട്ടു. ദൈവം പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ ദാസി ആരോഗ്യം മടക്കി കൊടുത്തതിനായി ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. Hallelujah. Praise the Lord. കൊടുക്കണമേ. Amen. സഹായിച്ചതിനായി സ്തോത്രം മഹത്വം അങ്ങേക്ക് യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. Amen. ദൈവ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. തന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. തന്ത്രങ്ങളെ വിവേചിപ്പാൻ ദൈവം കൃപകൾ തന്നതിനായി സ്തോത്രം ചെയ്യാം. അതിജീവിപ്പാൻ ആവശ്യമായ ആത്മബലം ദൈവം നമുക്ക് തന്നതിനായി നമുക്ക് സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസം നമ്മളോടും നാമ പ്രാർത്ഥിച്ച സമസ്ത വിഷയത്തോടും വചനം പ്രസംഗിച്ച ദൈവദാസനോടും പഠിപ്പിച്ച ദൈവദാസനോടും യോഗം ലീഡ് ചെയ്ത കർത്തൃദാസനോടും തലമുറയ്ക്ക് ദൈവമക്കളോടും ദൂരത്തും വിദൂരതയിലുമായിരിക്കുന്ന സമീപസ്ഥമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അനുഗ്രഹിച്ച കർത്താവിന് മഹത്വം. ആമേൻ. കർത്താവേ വരണമേ. താങ്ക് യു. രണ്ട് ദൈവദാസന്മാരോടുള്ള നന്ദി അറിയിക്കുന്നു. ജോർജ് തോമസ് പാസ്റ്ററും കുര്യാക്കോസ് പാസ്റ്ററും കർത്താവ് സഹായിക്കട്ടെ. അതുപോലെ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നല്ല രാത്രി ആശംസിക്കുന്നു. കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ വെള്ളിയാഴ്ച പകലത്തെ ഉപവാസ പ്രാർത്ഥന നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ആ മീറ്റിംഗ് യോഗം നടക്കുന്ന വീടിന്റെ അഡ്രസ് ഇട്ട് കൊടുക്കുക. ഇടട്ടെ. ഓക്കെ. താങ്ക് യു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.